സുപ്രഭാതം. ഋഗ്വേദം 14ാമത്തെ ഋക്കിലേക്ക്, ഇന്ദ്രസൂക്തത്തിലെ 14ാമത്തെ ഋക്കിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യസ് സുൻവന്തം അവതി യഹ് പചന്തം യസ് ശംസന്തം യഹ് ശശമാനമൂതി യസ്യ ബ്രഹ്മവർദ്ധനം യസ്യ സോമോ യസ്യേദം രാധഃ സ ജനാസ ഇന്ദ്ര. യസ് സുൻവന്തം അവതി യഹ് പചന്തം യസ് ശംസന്തം യസ് ശശമാനമൂതി യസ്യ ബ്രഹ്മവർദ്ധനം യസ്യ സോമോ യസ്യേദം രാധഃ സ ജനാസ ഇന്ദ്ര. ഇതാണ് 14ാമത്തെ ഋക്ക്. പദച്ഛേദം നോക്കാം. യഹ് സുൻവന്തം അവതി യഹ് പചന്തം യഹ് ശംസന്തം യഹ് ശശമാനം ഊതി യസ്യ ബ്രഹ്മ വർദ്ധനം യസ്യ സോമ യസ്യ ഇദം രാധഃ സ ജനാസ ഇന്ദ്ര. ഇതാണ് പദച്ഛേദം. അപ്പോ ഇവിടെ ഇന്ദ്രൻ എങ്ങനെയുള്ളവനാണ് എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇനി ഇന്ദ്രൻ എപ്രകാരം ആരുടെയൊക്കെ രക്ഷകനായിട്ടാണ് ഭവിക്കുന്നത് എന്ന് ഒന്നുകൂടിയും വിശദമാക്കുകയാണ്. യഹ് സുൻവന്തം അവതി യഹ് പചന്തം അവതി എന്നിവിടെ ചേർക്കണം. യഹ് ഊതീശംസന്തം അവതി യഹ് ശശമാനം അവതി, അവിടെയൊക്കെ അവതി എന്ന് ചേർക്കണം കേട്ടോ. അതായത് അർത്ഥം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. യസ്യ ബ്രഹ്മ വർദ്ധനം യസ്യ സോമ യസ്യ ഇദം രാധ സ ഇന്ദ്ര നാഹം എന്ന് അന്വയം വരും. അപ്പൊ ഇവിടെ അവതി എന്നതാണ് ക്രിയാരൂപം. അവതി എന്ന വാക്ക് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. രക്ഷതി എന്നാണ് അവതി എന്നുള്ള വാക്കിനർത്ഥം. അപ്പോ യഹ് സുൻവന്തം അവതി, സുൻവന്തം എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്ക് നോക്കാം. അതുപോലെ യഹ് പചന്തം അവതി യഹ് ഊതീശംസന്തം അവതി യഹ് ശശമാനം അവതി യസ്യ ബ്രഹ്മ വർദ്ധനം യസ്യ സോമ യസ്യ ഇദം രാധ സ ഇന്ദ്ര നാഹം. അപ്പോ അർത്ഥം വരുമ്പോ സുൻവന്തം എന്നുള്ള വാക്കാണ്. എന്താണ് സുൻവന്തം? സോമാഭിഷവം കുർവാണം. അതുപോലെ പചന്തം, അതാണ് പുരോഡാശാദീനി ഹവീംഷി പചന്തം. അവതി എന്ന് പറഞ്ഞ രക്ഷതി അല്ലെ. അപ്പൊ ഊതീശംസന്തം, ഊതയേ സ്തുവന്തം. ശംസന്തം എന്നുള്ള വാക്കിന് സ്തുവന്തം എന്നർത്ഥം. ഊതയേ സ്വരക്ഷായൈ സ്തുവന്തം രക്ഷതി. അതുപോലെ യഹ് ശശമാനം, സ്തോത്രം കുർവാണം, അതാണ് ശശമാനം എന്നുള്ള വാക്കിന് അർത്ഥം. രക്ഷതി. യസ്യ ബ്രഹ്മവർദ്ധനം, ബ്രഹ്മ എന്നുള്ള വാക്കിന് പരിവൃഢം സ്തോത്രം എന്നർത്ഥം. പരിവൃഢം സ്തോത്രം എന്ന് പറഞ്ഞാല് മഹത്തായ സ്തോത്രം, മുഴുവനായിട്ടുള്ള സ്തോത്രം. അത് വർദ്ധനം, വൃദ്ധികരം ഭവതി എന്നിവിടെ ചേർക്കുക. വൃദ്ധി ഹേതുർഭവതി. അതുപോലെ യസ്യ സോമ, സോമ എന്ന വാക്കിന് അസ്മദീയം സോമ, യാതൊരുവന്റെ സോമം ആണോ വൃദ്ധികരമായി ഭവിക്കുന്നത്. സോമ, അതിനിവിടെ അർത്ഥം വ്യാഖ്യാനത്തിൽ എഴുതിയിട്ടില്ല. യസ്യ സോമ വൃദ്ധികരം ഭവതി, ആരുടെ സോമമാണോ, ആർക്കാണോ സോമം വൃദ്ധികരമായി ഭവിക്കുന്നത്. അതുപോലെ യസ്യ ഇദം രാധ, ആർക്കാണോ ഈ പുരോഡാശാദി ലക്ഷണമായിട്ടുള്ള അന്നം. രാധ എന്ന വാക്കിന് പുരോഡാശാദി ലക്ഷണം അന്നം എന്നർത്ഥം. യസ്യ വൃദ്ധികരം ഭവതി സ ഇന്ദ്ര നാഹം. അങ്ങനെയുള്ളവനാണ് ഇന്ദ്രൻ, ഞാനല്ല. അപ്പോ ആരാണോ സോമം ചതച്ച് സംസ്കരിക്കുന്നവനെ രക്ഷിക്കുന്നത്, ആരാണോ
പുരോഡാശാദികളായ ഹവിസ്സുകൾ പാകം ചെയ്യുന്നവനെ രക്ഷിക്കുന്നത് ആരാണോ സ്വരക്ഷയ്ക്കായിക്കൊണ്ട് സ്തുതിക്കുന്നവനെ രക്ഷിക്കുന്നത്, ആരാണോ സ്തോത്രം ചെയ്യുന്നവനെ, സ്തോത്രകർത്താവിനെ രക്ഷിക്കുന്നത്, ആർക്കാണോ മഹത്തായ സ്തോത്രം വൃദ്ധികരമായി ഭവിക്കുന്നത്, ആർക്കാണോ നമ്മുടേതായ പുരോഡാശാദി ലക്ഷണത്തോടു കൂടിയ അന്നം വൃദ്ധികരമായി ഭവിക്കുന്നത്, ആ ഇന്ദ്രൻ ഞാനല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ സുൻവന്തം എന്നുള്ള വാക്ക് പഠിക്കണം. പചന്തം എന്നുള്ള വാക്ക് ഊതീശംസന്തം. ഊതി എന്നത് ചതുർത്ഥിയാണ്. ഊതയെ ശംസന്തം സ്തുവന്തം. രക്ഷതി അവതി എന്നുള്ളത് അവിടെ കൂട്ടിച്ചേർക്കുക. അതുപോലെ ശംസന്തം എന്നും പ്രയോഗിച്ചിട്ടുണ്ട്, ശശമാനം എന്നും പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ശത്രന്തവും ഒന്ന് ശാനജന്തവും ആണ്. അപ്പോ ശത്രന്തത്തിന് സ്തുവന്തം എന്നർത്ഥം പറഞ്ഞു. ശശമാനം എന്നതിന് ശാനജന്തമായിട്ടുള്ള ശശമാനം എന്നുള്ള രൂപത്തിന് സ്തോത്രം കുർവാണം എന്ന് അർത്ഥം പറഞ്ഞു. അതുപോലെ ബ്രഹ്മ എന്ന വാക്കിന് പരിവൃഢം സ്തോത്രം എന്നർത്ഥം പറഞ്ഞു. രാധ എന്ന വാക്കിന് പുരോഡാശാദി ലക്ഷണം അന്നം. ഇദം അസ്മദീയം പുരോഡാശാദി ലക്ഷണം അന്നം യസ്യ വൃദ്ധികരം ഭവതി സൈന്ദ്ര നാഹം. അപ്പോൾ ഈ 14ാമത്തെ ഋക്ക് നല്ലതുപോലെ മനസ്സിലാക്കുക. മലയാളം അർത്ഥവും പദച്ഛേദം, വിഗ്രഹം, അന്വയം, ഭാവാർത്ഥം ഒക്കെ നോട്ടിലേക്ക് പകർത്തി എഴുതുക.